മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ടൗൺ ഹാളിലെത്തി ശ്രീനിവാസന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൗൺ ഹാളിൽ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും, ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകൾ ഉൾപ്പെടെയുള്ളവർ ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇവിടെ എത്തി ശ്രീനിവാസന്റെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശേഷം അദ്ദേഹം മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ എത്തി റീത്ത് സമർപ്പിച്ചു, അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. തുടർന്ന് അദ്ദേഹം മടങ്ങുന്നു. അങ്ങനെ നിരവധി പേർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി പി രാജീവ് ഉണ്ട്, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച് വന്നതുപോലെ തന്നെയാണ്, അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മൾ കാണുന്നത്. ശ്രീനിവാസൻ സിനിമകൾ എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ ആ നിലയ്ക്ക് തന്നെ ബ്രാൻഡ് ചെയ്യപ്പെട്ട സിനിമകളായിരുന്നു. അതിൽ നർമ്മത്തിൻ്റെ ഒരു പുതിയ ഭാവം മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. അതോടൊപ്പം ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തിരക്കഥാകൃത്ത്, കഥ, അതോടൊപ്പം തന്നെ സംവിധാനം, അഭിനയം, ഇതിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇടം നേടിയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മളിലേക്ക് അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരുടെ വിഷയങ്ങളടക്കം സജീവമായി ചർച്ചയാക്കുകയും അത് ഒരു നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് തന്നെ ആ വിഷയം സജീവമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ.